അതെ, ഞങ്ങളുടെ സൺഡേ സ്കൂൾ ഏകദിനം പഴഞ്ഞി പള്ളിയിൽ വെച്ചിട്ടായിരുന്നു പ്രാവശ്യം നടന്നത്. നമ്മുടെ പഴഞ്ഞി പള്ളിയിലെ പ്രാർത്ഥനയോട് കൂടിയിട്ട് ഏകദിനം ആരംഭിച്ചു. ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പിള്ളേരൊന്നും അല്ല, ഒത്തിരി പിള്ളേർ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്വാഗതം ചെയ്തത് ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ശ്രീ സാം ഡേവിഡ് സാർ ആയിരുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട വൈദികരൊക്കെ വേദിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ജോൺ ഐസക് അച്ഛനായിരുന്നു അധ്യക്ഷ പ്രസംഗം നടത്തിയത്. അതിനുശേഷം നമ്മൾ ഉദ്ഘാടന പ്രസംഗം നടത്തിയത് നമ്മുടെ ബഹുമാനപ്പെട്ട സൈമൺ വായുലച്ചനായിരുന്നു. എല്ലാവർക്കും അറിയായിരിക്കും. അതേപോലെ തന്നെ പിള്ളേർക്ക് അപ്പൊ തന്നെ നമ്മുടെ ലഘുഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ടായിട്ടാ. അടിപൊളി ചൂടുള്ള പപ്സും ചായയായിരുന്നു കേട്ടാ. അപ്പൊ പിന്നെ പറയണ്ടല്ലോ, അതോടുകൂടി നമ്മുടെ പിള്ളേരാണ് ഉഷാറായിട്ടാ. ഇതുപോലെയുള്ള ക്യാമ്പുകളിൽ നിന്ന് കിട്ടുന്ന ഓരോ അറിവും അനുഭവവും അത് വളരെ വലുത് തന്നെയാണ്. ഒരു മാറ്റൂല ഇതില്. അതൊരിക്കലും മിസ്സാക്കരുത് കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പിള്ളേർ നമ്മുടെ പള്ളി നിറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അധ്യാപകരും പിള്ളേരും ഒക്കെ വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുക. അതുപോലെ ഞങ്ങൾ ഒരു കുറച്ച് സമയം കിട്ടി പോകുന്നു. ഞങ്ങളുടെ പിള്ളേരെ ടീച്ചേഴ്സൊക്കെ ആയിട്ട് ഒരു സെൽഫി എടുത്തു കേട്ടോ. എവിടെ പോയാലും ഒരു സെൽഫി എടുക്കാത്ത പരിപാടി ഇപ്പൊ നമ്മുടെ പിള്ളേർ നമുക്ക് ആർക്കും ഇല്ലല്ലോ. അപ്പോൾ സ്റ്റീഫൻ സാറാണ് അനൗൺസ്മെന്റ് നടത്തുന്നത്. അതുപോലെ വിൽബിനച്ചൻ ഇനി അടുത്ത സെക്ഷൻ എന്താണെന്നൊക്കെ പിള്ളേരോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ജിഷ മേരി സിവിയാണ്. ഹോമിയോ ഫിസിഷ്യൻ ആൻഡ് സൈക്കോളജിസ്റ്റ് ആണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നറുക്കെടുപ്പ് നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഓരോ തന്നിരിക്കുന്ന ബാഡ്ജിലുള്ള നമ്പർ ആണ് നറുക്കെടുത്തിട്ട് ഓൺ ദ സ്പോട്ടിൽ സമ്മാനം നൽകുന്നത്. അതുപോലെ മാഡം ക്ലാസ് തുടങ്ങി എല്ലാവരെയും 10 ഗ്രൂപ്പായിട്ടായിരുന്നു തിരിച്ചിട്ടാണ് കേട്ടോ. ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, അടിപൊളി വെറൈറ്റി ഗെയിം, നമുക്ക് കണ്ടിട്ടുള്ള ഗെയിമുകളൊന്നും ഉണ്ട്, വെറൈറ്റി ഗെയിമുകളായിട്ടോ നടത്തിയിരുന്നത്. അതുപോലെ പിള്ളേർ എല്ലാ ടീച്ചേഴ്സും ഒക്കെ പാട്ട് പാടുക. നമ്മുടെ മാഡം അടിപൊളിയായിട്ട് പാട്ട് പാടും കേട്ടോ. പാട്ട് ഡാൻസ് ഒക്കെ ഒരു സകലകല വല്ലഭ എന്നൊക്കെ പറയാം നമുക്ക്. നമ്മുടെ പഴഞ്ഞി പള്ളി തന്നെ പഠിച്ചു വളർന്ന ഒരാളാണ്. അതേപോലെ ബൈബിൾ മാരത്തോൺ നടത്തി, ഒപ്പം റിവേഴ്സ് ബൈബിൾ മാരത്തോൺ നടത്തിയിട്ട്. അതുപോലെ ഉച്ചഭക്ഷണ സമയമായി അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് റൈസും ചിക്കൻ കറി ആയിരുന്നു. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ക്വിസ് മത്സരമായിരുന്നു കേട്ടോ. മൂന്ന് പേരുമുള്ള ഗ്രൂപ്പായിട്ടാണ് തരംതിരിച്ചിട്ടുണ്ടായിരുന്നത്. 6 ഗ്രൂപ്പാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരുന്നതാണ് മെൽവിൻ അച്ഛനായിരുന്നു കേട്ടോ. ചടപട എന്നാണ് ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല അറിവുള്ള പിള്ളേർ തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ സമാപന സമ്മേളനമായിരുന്നു. സണ്ണിമാഷനെ സ്വാഗതം ചെയ്തു. പിന്നെ വിൽബിനച്ചനായിരുന്നു അടുത്തതായിട്ടുള്ള അധ്യക്ഷ പ്രസംഗം ഉണ്ടായിരുന്നു. പിന്നെ തുടർന്നിട്ട് സ്റ്റീഫൻ അച്ഛൻ ഉദ്ഘാടന പ്രസംഗം നടത്തി. പിന്നെ നമ്മുടെ ആശംസ പറയാൻ നമ്മുടെ പ്രിൻസ് അച്ഛൻ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ രുബാബു അച്ഛൻ, പിന്നെ നമ്മുടെ ക്ലാസ് എടുത്തിട്ടുള്ള ജിഷ മേരി സീവിന് അനുമോദന ചടങ്ങായിരുന്നു. അതിനുശേഷം നന്ദി അർപ്പിച്ചു. നമ്മുടെ ഷാജൻ കെ ജോസ് മാഷായിരുന്നു നന്ദി അർപ്പിച്ചു. പിന്നെ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു ലഘുഭക്ഷണത്തോട് കൂടിയിട്ട് നമ്മുടെ ഏകദിനം അവസാനിച്ചു കേട്ടോ.